സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറി ഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ക്രിസ്തുവിൽ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം. നമസ്കാരം. നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായമാണ്. അതെ, യാക്കോബിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞൊരധ്യായം. ശരിയാണ്. ദൈവവുമായുള്ള ബന്ധം പുതുക്കുന്നു, കുടുംബത്തിൽ സന്തോഷവും വലിയ ദുഃഖങ്ങളും നടക്കുന്നു, പിന്നെ വാഗ്ദാനങ്ങൾ ദൈവം വീണ്ടും ഉറപ്പിക്കുന്നു. അങ്ങനെ പലതും ഇതിലുണ്ട്. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ അധ്യായത്തിൽ ഷെഖേമിൽ നടന്ന ആ ഭയാനകമായ സംഭവങ്ങൾക്ക് ശേഷം യാക്കോബും കുടുംബവും ഒരു ഭീതിയുടെ നടുവിലായിരുന്നു, അല്ലേ? തീർച്ചയായും. ചുറ്റുമുള്ളവരുടെ പ്രതികാരം അവർ ഭയന്നിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ദൈവം യാക്കോബിനോട് സംസാരിക്കുന്നത്. അതെ. 1-ാം വാക്യം, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കുക. അതെ. എന്നിട്ട് പറയുന്നു, നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠമുണ്ടാക്കുക. ഓ, അപ്പൊ ഇത് വെറുതെ ഒരു സ്ഥലമാറ്റമല്ല, ബഥേലിലേക്കൊരു തിരിച്ചുപോക്കാണ്. കൃത്യമായി. ബഥേൽ യാക്കോബിന് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഏശാവിനെ പേടിച്ചോടുമ്പോൾ സ്വർഗത്തിലേക്കൊരു ഗോവണി കണ്ട സ്ഥലം. ദൈവത്തിന്റെ ഭവനമെന്ന് വിളിച്ച സ്ഥലം. അതെ. അപ്പോ ഈ പ്രതിസന്ധിയിൽ ദൈവം അവനെ ഓർമ്മിപ്പിക്കുകയാണ് ആ പഴയ ദൈവാനുഭവത്തിലേക്ക്, ആ വാഗ്ദാനത്തിന്റെ സ്ഥലത്തേക്ക് മടങ്ങിവരാൻ, ഷെഖേമിലെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി ദൈവസാന്നിധ്യമുള്ളിടത്തേക്ക് വരാൻ. ഈ വിളി കേട്ട ഉടനെ യാക്കോബ് ചെയ്യുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. 2-ാം വാക്യം, അവൻ കുടുംബത്തോടും കൂടെയുള്ളവരോടും പറയുന്നു. എന്താ പറയുന്നത്? നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. അതൊരു വലിയ തീരുമാനം തന്നെയാണല്ലേ? കാരണം കൂടെയുള്ളവരുടെ കയ്യിലൊക്കെ ഒരുപാട് വിഗ്രഹങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഉണ്ടായിരുന്നു. റാഹേൽ തന്നെ അവളുടെ അപ്പന്റെ വീട്ടിൽ നിന്ന് ഗൃഹവിഗ്രഹങ്ങൾ എടുത്തോണ്ടു വന്നിട്ടുണ്ട്. അതൊക്കെ ഉപേക്ഷിക്കാൻ യാക്കോബ് ആവശ്യപ്പെടുകയാണ്. വെറും വിഗ്രഹങ്ങൾ മാത്രമല്ല, 3-ാം വാക്യത്തിൽ പറയുന്നു, അവരുടെ കാതിലെ കുണുക്കുകളും മറ്റു വിഗ്രഹ സാധനങ്ങളുമെല്ലാം അവർ കൊണ്ടുവന്നു. അതെ, യാക്കോബ് അതെല്ലാം വാങ്ങി ഷെഖേമിനടുത്തുള്ള ഒരു കരിവേലക മരത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. പഴയതിനെയെല്ലാം ഉപേക്ഷിക്കുകയാണ്. ദൈവത്തെ മാത്രം അനുസരിക്കാനുള്ള ഒരു തീരുമാനം. ശരിക്കും ഒരു ശുദ്ധീകരണം, പുറമേ മാത്രമല്ല അകമേയും. അതെ, ഹൃദയത്തെ ഒരുക്കുന്നു. വസ്ത്രം മാറുന്നത് പോലും അതിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഒരുങ്ങി അവർ യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. 5-ാം വാക്യം, ചുറ്റുമുള്ള പട്ടണങ്ങളിലെ ആളുകൾക്ക് ദൈവത്തിൽ നിന്നൊരു ഭയം വന്നു. അതുകൊണ്ട് അവർ യാക്കോബിന്റെ മക്കളെ പിന്തുടർന്നില്ല. അതാണ്. ശരിക്കും അവർക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഷെഖേമിലെ സംഭവം കാരണം ആരും അവരെ വെറുതെ വിടില്ലായിരുന്നു. പക്ഷേ ദൈവം അവരെ സംരക്ഷിച്ചു. ദൈവകൽപ്പന അനുസരിച്ചപ്പോൾ കിട്ടിയ സംരക്ഷണം. അതെ, നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവൻ വഴിയൊരുക്കും എന്നതിന്റെ തെളിവാണിത്. അങ്ങനെ അവർ സുരക്ഷിതരായി ബഥേലിലെത്തി. അവിടെ യാക്കോബ് ഒരു യാഗപീഠം പണിതു. എന്നിട്ട് ആ സ്ഥലത്തിന് ഏൽ ബഥേൽ എന്ന് പേരിട്ടു. ബഥേലിലെ ദൈവം, പണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ട ആ അനുഭവം അവൻ ഓർക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ ഈ ആത്മീയ സന്തോഷങ്ങൾക്കിടയിലും ഒരു ദുഃഖവാർത്ത വരുന്നുണ്ട്. അതെ, റിബേക്കയുടെ വളർത്തമ്മ ദെബോറ മരിക്കുന്നു. അവളെ ബഥേലിന് താഴെയുള്ള ഒരു ഓക്ക് മരത്തിന്റെ ചുവട്ടിൽ അടക്കം ചെയ്തു. ആ സ്ഥലത്തിന് അല്ലോൺ ബക്കൂത്ത് എന്ന് പേരിട്ടു. വിലാപത്തിന്റെ ഓക്ക്. ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല, നഷ്ടങ്ങളും വേദനകളും ഉണ്ടാകും. ദെബോറയെപ്പോലെ ഒരുപക്ഷെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആളുകളും ഉണ്ടാകാം. അവരുടെ ഓർമ്മകളും വിലപ്പെട്ടതാണ്. ഈ ദുഃഖത്തിന്റെ സമയത്തും ദൈവം യാക്കോബിനെ ശക്തിപ്പെടുത്തുന്നുണ്ടല്ലേ? തീർച്ചയായും. ദൈവം വീണ്ടും യാക്കോബിന് പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിക്കുകയാണ്. വാഗ്ദാനങ്ങൾ പുതുക്കുന്നു. 11-ാം വാക്യം, ഞാൻ സർവശക്തിയുള്ള ദൈവം ഏൽ ഷദ്ദായി. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക, ഒരു ജനവും ജനസമൂഹവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്തുനിന്ന് പുറപ്പെടും. ഇത് വളരെ പ്രധാനപ്പെട്ട വാഗ്ദാനമാണ്. അബ്രഹാമിനും ഇസ്ഹാക്കിനും കൊടുത്ത അതേ വാഗ്ദാനങ്ങൾ. അതെ, ദൈവം യാക്കോബിനെ അത് വീണ്ടും ഉറപ്പിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം 10-ാം വാക്യത്തിൽ പേര് മാറ്റിയത് ഒന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട്. ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. പഴയ യാക്കോബല്ല, ചതിയനല്ല. ഇപ്പോൾ ഇസ്രായേൽ, ദൈവത്തോട് മല്ലിട്ടു ജയിച്ചവൻ, ഒരു പുതിയ ജനതയുടെ പിതാവ്. അതെ, ആ വാഗ്ദാനം നിറവേറ്റാൻ തനിക്ക് ശക്തിയുണ്ടെന്ന് കാണിക്കാനാണ് ഏൽ ഷദ്ദായി, സർവശക്തിയുള്ള ദൈവം എന്ന് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത്. യാക്കോബ് അവിടെ ഒരു കല്ല് തൂണായി നാട്ടി.
അതിന്മേൽ പാനീയയാഗവും എണ്ണയും ഒഴിച്ചു. ദൈവവുമായുള്ള ഉടമ്പടി അവൻ പുതുക്കുകയാണ്. ശരിയാണ്. എന്നാൽ യാത്ര തുടരുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വേദന വന്നെത്തുകയാണ്. ഓ, റാഹേലിന്റെ മരണം. അതെ, അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ, രണ്ടാമത്തെ മകന് ജന്മം നൽകിയ ഉടനെ അവൾ മരിക്കുന്നു. എഫ്രാത്ത, അതായത് ഇന്നത്തെ ബേത്ലഹേമിലേക്കുള്ള വഴിയിൽ വെച്ചാണിത് സംഭവിക്കുന്നത്. വളരെ കഠിനമായ പ്രസവവേദനയായിരുന്നു. ആ വേദനയ്ക്കിടയിലും സൂതികർമ്മിണി പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഇതും ഒരു മകൻ തന്നെ. പക്ഷെ റാഹേൽ മരിക്കാറായപ്പോ ആ കുഞ്ഞിനൊരു പേരിട്ടു, ബെൻ ഓനി. എന്റെ ദുഃഖത്തിന്റെ മകൻ. എത്ര വേദന നിറഞ്ഞ പേരാണല്ലേ. എന്നാൽ യാക്കോബ് ആ പേര് മാറ്റി. അവനെ ബെന്യാമീൻ എന്ന് വിളിച്ചു. എന്റെ വലങ്കയ്യുടെ മകൻ, അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ മകൻ. ആഴമായ ദുഃഖത്തിനിടയിലും ഒരു പിതാവിന്റെ പ്രത്യാശ അവിടെ കാണാം. ദുഃഖപുത്രനെ ഭാഗ്യപുത്രനാക്കുന്നു. ഒരു പക്ഷേ ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടാകാം. ആകാം. ദൈവം ഈ ദുരന്തത്തെയും നന്മയാക്കി മാറ്റുമെന്നൊരു വിശ്വാസം. യാക്കോബ് റാഹേലിനെ അവിടെ അടക്കം ചെയ്ത് ഒരു തൂൺ നാട്ടി. അത് റാഹേലിന്റെ കല്ലറ എന്ന് പിന്നീട് അറിയപ്പെട്ടു. സ്നേഹബന്ധങ്ങളുടെയും വേർപാടിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലായി അത് നിലനിൽക്കുന്നു. പക്ഷേ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവിടെയും തീരുന്നില്ല. ഇല്ല, മറ്റൊരു വലിയ വീഴ്ച സംഭവിക്കുന്നു. യാക്കോബിന്റെ ആദ്യ മകൻ റൂബൻ. അതെ, റൂബൻ ചെന്ന് തന്റെ പിതാവിന്റെ ഉപപത്നിയായ ബിൽഹയോടുകൂടെ ശയിച്ചു. വചനം പറയുന്നത് ഇസ്രായേൽ അത് കേട്ടു എന്ന് മാത്രമാണ്. ആ കേൾവിക്ക്, ആ നിശബ്ദതയ്ക്ക് വലിയ ഭവിഷ്യത്തുകളുണ്ടായിരുന്നു. പിന്നീട് യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ റൂബന് ആദ്യജാതന്റെ അവകാശം നഷ്ടപ്പെടുന്നുണ്ട്. ഒരു നിമിഷത്തെ പാപം, ഒരു ചിന്തയില്ലാത്ത പ്രവൃത്തി എത്ര വലിയ പ്രത്യാഘാതമാണുണ്ടാക്കുന്നത്. കുടുംബ ബന്ധങ്ങളെയും ഭാവിയെയും അത് ബാധിച്ചു. അതെ, കുടുംബത്തിലെ വിശുദ്ധി, ബന്ധങ്ങളുടെ പവിത്രത ഒക്കെ എത്ര പ്രധാനമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം യാക്കോബ് യാത്ര തുടർന്ന് ഹെബ്രോണിലേക്ക്, അവന്റെ പിതാവായ ഇസ്ഹാക്കിന് അടുത്തേക്കെത്തുന്നു. അവിടെ വച്ച് ഇസ്രായേലിന്റെ 12 മക്കളുടെ പേരുകൾ ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. ലേയയുടെ മക്കൾ, റാഹേലിന്റെ മക്കൾ, പിന്നെ ദാസിമാരായ ബിൽഹയുടെയും സിൽപ്പയുടെയും മക്കൾ. ഇവരെല്ലാവരും ചേർന്നാണ് ഭാവിയിലെ ഇസ്രായേൽ എന്ന വലിയ ജനതയായി മാറുന്നത്. അതെ, ഈ കുടുംബത്തിൽ എന്തെല്ലാം നടന്നു? സ്നേഹം, വഞ്ചന, വിശ്വാസം, പാപം, ദുഃഖം, സന്തോഷം എല്ലാമുണ്ട്. പക്ഷെ ഈ കുറവുകളുള്ള മനുഷ്യരിലൂടെയാണ് ദൈവം തന്റെ പദ്ധതി പൂർത്തിയാക്കുന്നത്. അധ്യായം അവസാനിക്കുന്നത് ഇസ്ഹാക്കിന്റെ മരണത്തോടെയാണ്. 180 വയസ്സിൽ അദ്ദേഹം മരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങളായി അകന്നു കഴിഞ്ഞിരുന്ന ഏശാവും യാക്കോബും ഒന്നിച്ചാണ് പിതാവിനെ അടക്കം ചെയ്യുന്നത്. അതൊരു വലിയ അനുരഞ്ജനത്തിന്റെ നിമിഷമാണ്, അല്ലേ? തീർച്ചയായും. പിതാവിന്റെ മരണം അവരെ വീണ്ടും ഒരുമിപ്പിച്ചു. മക്പേല ഗുഹയിൽ അവർ പിതാവിനെ അടക്കം ചെയ്തു. കാലം മുറിവുകളെ ഉണക്കും, ദൈവകൃപയിൽ അനുരഞ്ജനം സാധ്യമാണ് എന്നൊക്കെ ഇത് കാണിച്ചു തരുന്നു. ഈ അധ്യായം ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ പ്രധാന ചിന്തകളാണ് നമുക്കിതിൽ നിന്നെടുക്കാൻ പറ്റുക? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നമ്മുടെ ആത്മീയ ബഥേലുകളിലേക്ക് തിരിച്ചു പോകേണ്ടതിന്റെ പ്രാധാന്യം. എവിടെയാണോ നമുക്ക് ദൈവത്തെ അടുത്തറിഞ്ഞത്, ആ അനുഭവങ്ങളിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം. ശരിയാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിലെ അന്യദേവന്മാരെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കണം. അത് ചിലപ്പോൾ പണമാകാം, സ്ഥാനമാനങ്ങളാകാം, തെറ്റായ ശീലങ്ങളാകാം. അതെ, യാക്കോബിനെ പോലെ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കണം. അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണമുണ്ടാകും. പിന്നെ ജീവിതത്തിലെ ദുഃഖങ്ങളെയും നഷ്ടങ്ങളെയും അംഗീകരിക്കാൻ പഠിക്കണം. വിലാപത്തിന്റെ ഓക്കുമരങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. ദെബോറയുടെയും റാഹേലിന്റെയും മരണം അതാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ആ ദുഃഖങ്ങളിൽ തളർന്നു പോകരുത്. റാഹേലിന്റെ ബെൻ ഓനിയെ യാക്കോബ് ബെന്യാമീനാക്കിയതുപോലെ നമ്മുടെ വേദനകളെ അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ആ പ്രത്യാശ കൈവിടരുത്. അതേസമയം റൂബേന്റെ വീഴ്ച ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് ഫലമുണ്ട്. പാപത്തെ നിസ്സാരമായി കാണരുത്. വിശുദ്ധി കാത്തുസൂക്ഷിക്കണം. പിന്നെ ആ 12 മക്കളുടെ പട്ടിക, എത്ര വ്യത്യസ്തരായിരുന്നു അവർ! അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും സഭകളിലും പലതരം ആളുകളുണ്ട്. അവരെയെല്ലാം സ്നേഹിക്കാനും ഒന്നിച്ചു നിൽക്കാനും നമുക്ക് കഴിയണം. യേശാവിന്റെയും യാക്കോബിന്റെയും അനുരഞ്ജനം പോലെ തകർന്ന ബന്ധങ്ങളെ നന്നാക്കാൻ ശ്രമിക്കണം. ക്ഷമിക്കാനും മുൻകൈയെടുക്കാനും നമ്മൾ തയ്യാറാകണം.
എല്ലാത്തിനും മുകളിൽ ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഈ അധ്യായത്തിൽ തിളങ്ങി നിൽക്കുന്നത്. യാക്കോബിന്റെ എല്ലാ കുറവുകൾക്കും നടുവിലും ദൈവം കൂടെയുണ്ടായിരുന്നു. അവനെ നയിച്ചു, വാഗ്ദാനങ്ങൾ നൽകി, അവന്റെ വേദനകളെപ്പോലും നന്മയാക്കി മാറ്റി. അതുപോലെ ദൈവം നമ്മോടൊപ്പമുണ്ട്. അതെ, ദൈവം നമ്മെ ഒരു പുതിയ അനുഭവത്തിലേക്ക് വിളിക്കുമ്പോൾ യാത്രയിൽ ശുദ്ധീകരണവും വേദനയുമൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിലൂടെയെല്ലാം നമ്മെ രൂപപ്പെടുത്തി അവന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അവൻ വിശ്വസ്തനാണ്. ഈ വലിയ ഉറപ്പോടെ നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വിശ്വസ്തത ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. യാക്കോബിന്റെ ജീവിതയാത്രയിലെന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിലും അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ടല്ലോ. പിതാവേ, ഞങ്ങളുടെ പഴയ തെറ്റുകളിൽ നിന്നും ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നും മാറി അങ്ങയുടെ ബഥേലിലേക്ക്, അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അന്യദേവന്മാരെ, ഞങ്ങളുടെ അഹങ്കാരത്തെ, സ്വാർത്ഥതയെ, ലോകമോഹങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ഉപേക്ഷിക്കുവാനും യാക്കോബിനെപ്പോലെ ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് അങ്ങേക്കായി സമർപ്പിക്കുവാനും കൃപ നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെ, വേദനകളെ, വിലാപത്തിന്റെ ഓക്കുമരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. റേഹേലിന്റെ ദുഃഖത്തിൽ നിന്നു ബെന്യാമീൻ എന്ന അനുഗ്രഹം ഉയർന്നു വന്നതുപോലെ ഞങ്ങളുടെ ബലഹീനതകളെ അങ്ങയുടെ ശക്തിയാലും ഞങ്ങളുടെ വേദനകളെ അങ്ങയുടെ മഹത്വത്തിനായും രൂപാന്തരപ്പെടുത്തണമേ. റൂബേനെ പോലെ പാപത്തിൽ വീണുപോകാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. തകർന്ന ബന്ധങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ യോജിപ്പിക്കണമേ. ഏശാവിനെയും യാക്കോബിനെയും ഒരുമിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്ഷമയും അനുരഞ്ജനവും നൽകണമേ. സർവശക്തനായ ഏൽ ഷദ്ദായി ആയ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ ദൈവവചന ചിന്തകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓർക്കുക, നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാനും ആത്മീയമായി ഒരുമിച്ച് വളരുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തയാഴ്ച പുതിയൊരു വേദഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.